എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം വഷളാക്കി മേജർ ആർച്ച് ബിഷപ്പ് തട്ടിലും മാർ ജോസഫ് പാംപ്ലാനിയും. മാർപ്പാപ്പയുടെ കൽപ്പന ലംഘിച്ച് വിമതപക്ഷത്തേക്ക് മാർ തട്ടിലും പാംപ്ലാനിയും ചുവടുമാറിയപ്പോൾ സിറോ മലബാർ സഭയിൽ പോപ്പ് ഫ്രാൻസിസ് വിലക്കിയ ജനാഭിമുഖ കുർബാനയുടെ വിലക്ക് നീങ്ങി. ചുരുക്കം പറഞ്ഞാൽ വിമത ഗുണ്ടകളുടെ ഭീഷണിക്ക് വഴങ്ങി കത്തോലിക്ക സഭയെയും സഭാവിശ്വാസികളെയും വഞ്ചിച്ചിരിക്കുകയാണ് സിനഡ്. കത്തോലിക്ക സഭയിലെ 34 രൂപതകൾ മാർപ്പാപ്പയെ അംഗീകരിച്ച സിനഡ് കുർബാന ചൊല്ലുമ്പോൾ എറണാകുളം രൂപതയിലെ 100-ൽ പരം വൈദികർ മാത്രമാണ് വിമത പക്ഷത്തുള്ളത്. മേജർ ആർച്ച് ബിഷപ്പിനെ ഭീഷണിപ്പെടുത്തിയാണ് ഇവർ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നത്. പുതിയ ആർച്ച് ബിഷപ്പ് വരുമ്പോൾ എറണാകുളം അങ്കമാലി വിഷയത്തിൽ പരിഹാരമുണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്ന വിശ്വാസികളുടെ കരണത്തേറ്റ അടിയായി മാറിയിരിക്കുകയാണ് പിതാവിന്റെ തീരുമാനങ്ങൾ. സന്യസ്ത ജീവിതം ഉപേക്ഷിച്ച ജസ്മി എഴുതിയ വിവാദ പുസ്തകത്തിലെ ചില പരാമർശങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് വിമതർ മെത്രാന്മാരെ ഭീഷണിപ്പെടുത്തുന്നത്. അതായത് ചില നാണം കെട്ട ലൈംഗിക ചൂഷണ കഥകൾ. ഏതെങ്കിലും മെത്രാൻ പീഡിപ്പിച്ചുവെങ്കിൽ അല്ലെങ്കിൽ പീഡന ആരോപണം നേരിടുന്നുവെങ്കിൽ അതിനുവേണ്ടി കത്തോലിക്ക സഭയുടെ വിശുദ്ധ കുർബാന വികലമാക്കാൻ എന്തിനു കൂട്ടുനിൽക്കുന്നു എന്നാണ് സഭാവിശ്വാസികൾ ചോദിക്കുന്നത്. ഇന്നലെ മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മാർപ്പാപ്പ അനുകൂലികളായ വിശ്വാസികൾ അതിരൂപത ആസ്ഥാനത്ത് സമരം ആരംഭിച്ചു കഴിഞ്ഞു. ഏകദേശം 1000-ഓളം ആളുകളാണ് ബസിലിക്ക ദേവാലയത്തിൽ തടിച്ചുകൂടിയത്. വരും ദിവസങ്ങളിൽ കേരളം മുഴുവൻ സമരം വ്യാപിപ്പിക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. മാർപ്പാപ്പയെ അംഗീകരിക്കാത്ത എല്ലാ മെത്രാന്മാരും വൈദികരും സഭ വിട്ടു പോകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഒരു വിഭാഗം ആളുകളുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ പരമോന്നത കോടതിയിൽ കേസ് നൽകുവാനും ഇവർ ആലോചിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രൂപത ആസ്ഥാനത്ത് പ്രതിഷേധ സമരം നടത്തി വിശ്വാസികളെ പോലീസിനെ ഉപയോഗിച്ച് തടയുകയും നേതാക്കളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയും ചെയ്തത് വിശ്വാസികൾക്കിടയിൽ സഭാ നേതൃത്വത്തിനെതിരെ വലിയ തോതിലുള്ള എതിർപ്പിന് കാരണമായിട്ടുണ്ട്. പോലീസ് നടപടികൾക്ക് കാരണം പാംപ്ലാനി പിതാവാണെന്നാണ് പ്രതിഷേധക്കാർ ഒന്നടങ്കം പറയുന്നത്. മേജർ ആർച്ച് ബിഷപ്പ് മാർ തട്ടിൽ, മാർ ജോസഫ് പാംപ്ലാനി, കർദിനാൾ കൂവക്കാട്ട്, കർദിനാൾ ആലഞ്ചേരി, കുര്യാക്കോസ് മുണ്ടാടൻ, ഷൈജു ആന്റണി എന്നിവർക്കെതിരെയാകും വിശ്വാസികൾ കേസ് നൽകുക. കാനോൻ നിയമം പാലിച്ചുകൊണ്ട് സിറോ മലബാർ സഭയുടെ എല്ലാ പള്ളികളിലും ഒരേ ആരാധനാക്രമം പാലിക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ആവശ്യം. തങ്ങളുടെ ന്യായമായ ഈ ആവശ്യം സാധിച്ചെടുക്കുന്നതിനായി ഏതറ്റം വരെയും പോകാൻ തങ്ങൾ തയ്യാറാണെന്ന നിലപാടിലാണ് സിറോ മലബാർ വിശ്വാസ സമൂഹം.